നമ്മൾ ചടങ്ങിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും സ്വാഗതം. മലയാളത്തിൻ്റെ ദേശീയ ചാനലായ ന്യൂസ് 18 കേരളം നവോത്ഥാന വിദ്യാഭ്യാസ ചരിത്രം ജ്വലിക്കുന്ന ഈ മണ്ണിൽ, കലാലയത്തിൽ കാലം ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രസക്തമായ ഉദ്യമം ഏറ്റെടുക്കുകയാണ്. നമ്മുടെ തലമുറകളെ ലഹരിയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് ലോകത്തിന് ഉറപ്പു നൽകുന്ന, നമ്മൾ നയിക്കുന്ന വലിയൊരു പോരാട്ടത്തിൻ്റെ 3ാം പതിപ്പിന് ഇന്ന് ഈ വേദിയിൽ തുടക്കം കുറിക്കുകയാണ്. എല്ലാവരെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AD 2025 News 18 Anti-Drugs Awareness Campaign 3rd edition in collaboration with Kuriakose Elias College, Mananam, powered by Reliance Industries Limited, special partner InRoyal Home Spaces, associate sponsors Shima Tea, Chemanur International and IBIS Group of Education Institution. ഈ കലാലയത്തിൻ്റെ പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഐസൻ വി വഞ്ചിപ്പുരയ്ക്കലാണ് ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ. അദ്ദേഹത്തെ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കും. ബഹുമാനപ്പെട്ട സഹകരണ ദേവസ്വം മന്ത്രി ശ്രീ VN വാസവൻ, ബഹുമാനപ്പെട്ട MP ശ്രീ ഫ്രാൻസിസ് ജോർജ് എന്നിവരെ നമ്മൾ ഈ ചടങ്ങിൽ മുഖ്യാതിഥികളായി പ്രതീക്ഷിക്കുകയാണ്. അവർ വൈകാതെ തന്നെ എത്തിച്ചേരും. അവരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട സിനിമാ താരം ശ്രീ പ്രേം പ്രകാശ്, അദ്ദേഹം ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ പറഞ്ഞു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അദ്ദേഹം ജീവിച്ചഭിനയിച്ച എത്രയോ കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാതെയുണ്ട്. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട കലാകാരൻ, നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട അജീഷ് ജോൺ, അദ്ദേഹം ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ് വേദിയിലേക്ക്. ഇനി ഈ വേദിയിലേക്ക് എത്തുന്നത് ഈ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സേവ്യർ CS CMI. അദ്ദേഹത്തെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു ഈ വേദിയിലേക്ക്. നമ്മൾ ഈ ഉദ്ഘാടന ചടങ്ങ് തുടങ്ങുകയാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാനും അധ്യക്ഷ പ്രസംഗത്തിനായും കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ഐസൻ വി വഞ്ചിപ്പുരയ്ക്കലിനെ സ്നേഹാദരം ക്ഷണിക്കും. ആദ്യമായി തന്നെ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യുവാനും അതിന് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഒരിക്കൽ കൂടി നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനും അത് ഉന്മൂലനം ചെയ്യുവാനുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മളെ ബോധ്യവാന്മാരാക്കുവാനും അതിൻ്റെ ആവശ്യകതകൾ ചർച്ച ചെയ്യാനുമായി ഇങ്ങനെയൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്ന ന്യൂസ് 18 ചാനൽ പ്രവർത്തകരോടുള്ള വലിയ ഒരു ആദരവ് ഞാനിവിടെ അറിയിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗം ആക്കുവാൻ കോളേജിനെ തിരഞ്ഞെടുത്തതിലുള്ള പ്രത്യേകമായ നന്ദിയും അറിയിക്കുകയാണ്. നമുക്ക് അറിയുന്നത് പോലെ തന്നെ ഈ ലഹരിയുടെ ഉപയോഗം ഇതൊന്നും ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളൊന്നുമല്ല. വർഷങ്ങളായിട്ട് ഈ ലഹരിയുടെ ഉപയോഗവും എല്ലാം നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അത് വിവിധ രൂപങ്ങളിലേക്കും വിവിധ തലങ്ങളിലേക്കും വർദ്ധിച്ചുള്ള ഉപയോഗത്തിൻ്റെ ഒരു അവസ്ഥയിലേക്കും എത്തി എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഈ അടുത്തിടെ നമ്മുടെ ഡ്രഗ്സിൻ്റെ ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളുന്ന ഒരു കവിത നമ്മുടെ കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാല തൃശ്ശൂർ അതിൻ്റെ ബഹുമാനായ രജിസ്ട്രാർ പ്രൊഫസർ S ഗോപകുമാർ രചിച്ചു. ആ കവിതയുടെ ടൈറ്റിൽ ഇങ്ങനെയാണ്, മതി എൻ്റെ മക്കളെ. അതിൻ്റെ ഒരു 4-5 ലൈൻസ് ഒന്ന് പാടി അവസാനിപ്പിക്കാം എന്നുള്ളത് ആണ് ഞാനിപ്പോൾ ശ്രമിക്കുക.
മതിയൻ്റെ മക്കളെ കയറിവാ നിങ്ങളീ മതിവിഭ്രമത്തിൻ്റെ കയങ്ങളിൽ നിന്നുടൻ. രസനമുകുളങ്ങളിൽ തീ പടർത്തിയിടുന്ന രാസബിന്ദുക്കൾക്ക് ചിതയൊഴുക്കിയിടുക. കരളിൻ്റെ തളിരിലകൾ വാടാതിരിക്കുവാൻ കറുകരസായനം വേണമെന്നറിയുക. വിഷബന്ധനത്തിൻ്റെ ചരടറുത്തെറിയുക. വിഷാദക്കരിമ്പടം വിട്ടു നീയുണരുക. അരുമകൾ നമ്മൾ തൻ മക്കൾ ജയിക്കുവാൻ ഒരുമയോടൊരു മഹായജ്ഞം നടത്തിടാം. പ്രിയമുള്ളവരെ, ലഹരി നമ്മുടെ കഴിവുകൾ എന്താണെന്ന് കണ്ടെത്തി അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്കത് ആസ്വദിക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥ ലഹരിയെന്നും പുറമേ ഉള്ള ഓരോ ആസ്വാദനവും അത് ലഹരിയല്ല, നമ്മളെ കൂടുതൽ തിന്മയിലേക്ക് വഴിതെളിക്കും എന്ന് മാത്രം നിങ്ങളെ ഉദ്ബോധിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ വേദിയിലെ തിളക്കം ശ്രീ പ്രേം പ്രകാശാണ്. 5.5 പതിറ്റാണ്ടായി അരനാഴിക നേരത്തിലൂടെ അഭിനയ ജീവിതം തുടങ്ങിയ പെരുവഴി അമ്പലവും ആകാശദൂതും ജോണി വാക്കറും തുടങ്ങിയ അയാളും ഞാനും തമ്മിലും ഒക്കെ നമുക്ക് സമ്മാനിച്ച ആ പ്രതിഭയെ നിങ്ങളോട് സംസാരിക്കാൻ ആദരവോടെ ക്ഷണിക്കുന്നു. AD 25 എന്ന പേരിൽ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിന് വേണ്ടി ശ്രമിക്കുന്ന ഈ ന്യൂസ് 18-നെ ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു. അവർ നടത്തുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ അതിഥിയായി എന്നെ ക്ഷണിച്ചതിന് ഒത്തിരി സന്തോഷവും കടപ്പാടും അറിയിക്കുന്നു. 1978-ലാണ് ഞാനൊരു നിർമ്മാതാവാകുന്നത്. ഒരു സിനിമ ആദ്യമായി നിർമ്മിക്കുന്നത് 1978-ലാണ്. അതിൻ്റെ പേര് പെരുവഴി അമ്പലം. ഈ പെരുവഴി അമ്പലം എടുക്കുവാനായിട്ട് ഞാൻ പത്മരാജൻ്റെ അടുത്ത് ചെന്നത് പെരുവഴി അമ്പലം സിനിമയാക്കാനല്ല. അന്ന് 78 കാലഘട്ടത്തിൽ റീഡേഴ്സ് ഡൈജസ്റ്റിൽ ഒരു അനുഭവ കഥ ഒരു മനുഷ്യൻ, അമേരിക്കക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവ കഥ എഴുതിയിരുന്നു. റിച്ചി മൈ സൺ മൈ എനിമി. എൻ്റെ മകൻ റിച്ചി എൻ്റെ ശത്രു എന്നാണ് അതിൻ്റെ ഹെഡിങ്. ആ ഡൈജസ്റ്റിൻ്റെ കോപ്പി ഇപ്പോഴും ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഒരു സിനിമ എടുക്കണം എന്ന് ആലോചിച്ചപ്പോൾ എൻ്റെ ഭാര്യ ഡെയ്സിയാണ് സജസ്റ്റ് ചെയ്തത്, ഇതൊരു നല്ല സബ്ജക്റ്റാണ്, നമുക്കിത് പത്മരാജനെ കൊണ്ട് സംവിധാനം ചെയ്യിക്കണം, അല്ല എഴുതിക്കണം, IVS ശേഷിയെ കൊണ്ട് അത് ഡയറക്റ്റ് ചെയ്യിക്കണം. ഇവർ രണ്ടുപേരും എൻ്റെ സുഹൃത്തുക്കളായിരുന്നു. ഞാൻ പത്മരാജനെ വിളിച്ചു. എൻ്റെ കയ്യിലൊരു കഥയുണ്ട്, അതൊന്ന് വായിക്കണം, വായിച്ചിട്ട് അത് എനിക്ക് തിരക്കഥ എഴുതി തരണം എന്ന് പറയുവാനാണ് പോയത്. ഈ കഥ അദ്ദേഹത്തിൻ്റെ കൊടുത്തു, വായിച്ചു. 10 മിനിറ്റ് കൊണ്ട് വായിച്ചിട്ട് പറഞ്ഞു, ഈ കഥ അതായത് 1978 ഇന്ന് കേരളത്തിൽ നടക്കുന്ന ഒരു അനുഭവമായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇത് അമേരിക്കയിലെ സംസ്കാരത്തിൻ്റെയാണ്. കഥ ഇതായിരുന്നു: തൻ്റെ ഏക മകൻ ലഹരിക്ക് അടിമപ്പെട്ട് സ്വന്തം അമ്മയെ കൊല്ലുവാൻ പോകുന്ന സമയത്ത് മകനെ കൊല്ലേണ്ടി വന്ന ഒരച്ഛൻ്റെ കഥയായിരുന്നു റിച്ചി മൈ സൺ മൈ എനിമി. 78 കഥയാണ് ഞാൻ ഈ പറയുന്നത്. സ്വന്തം ഏക മകൻ ലഹരിക്കടിമപ്പെട്ട് കോളേജ് വിദ്യാഭ്യാസത്തിന് ചെന്ന അവനൊരു ലഹരിക്കടിമയായി. അവനൊരു ഏത് പെങ്ങളേതാണെന്ന് അറിയാൻ മേലാത്ത ഘട്ടത്തിൽ അമ്മയെ കൊല ചെയ്യാൻ പോയപ്പോഴാണ് ഈ അപ്പൻ അവനെ കൊല്ലേണ്ടി വന്നു. അന്ന് പത്മരാജൻ പറഞ്ഞു, ഇന്ന് നമ്മുടെ കേരളത്തിൽ ഈ ലഹരിയൊന്നുമില്ല, അതുകൊണ്ട് ഇപ്പോൾ പ്രസക്തമല്ല ഈ സബ്ജക്റ്റ്, അതുകൊണ്ട് നമുക്ക് വേറൊരെണ്ണം മാറ്റിപ്പിടിക്കാം. അങ്ങനെയാണ് പെരുവഴിയമ്പലം ഉണ്ടായത്. ഞാൻ എൻ്റെ ആദ്യ സിനിമയെപ്പറ്റി പറയാൻ വന്നതല്ല. അന്ന് 78 പുറം രാജ്യങ്ങളിൽ വളരെ പ്രസക്തമായിട്ട് നടന്ന ലഹരിയുടെ ഉപയോഗങ്ങൾ ഇന്ന് കേരളം മുഴുവനായിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അതേ കഥ കഴിഞ്ഞ 5 കൊല്ലം മുമ്പ് ഞാനൊരു സിനിമയാക്കി. അത് കാര്യമായിട്ട് ഓടിയില്ല, കാരണം നമ്മുടെ യുവജനത ഏറ്റെടുത്തില്ല. ആ സിനിമയുടെ പേര് എവിടെ എന്നാണ്. ആ സിനിമയിലും തൻ്റെ ഏകമകൻ സ്കൂളിൽ ഏറ്റവും വളരെ ശോഭിച്ചിരുന്ന പയ്യൻ, അവൻ കോളേജിൽ പോയി പഠിക്കുന്ന കാലത്ത് കൂട്ടുകെട്ടിലൂടെ ലഹരി പദാർത്ഥത്തിന് അടിമയായി.
ആ മകൻ അപ്പനെ കൊല്ലുന്ന കഥയാണത്. അതായിരുന്നു എവിടെ. അതൊന്നും നമ്മുടെ യുവജനത ഏറ്റെടുത്തിട്ടില്ല, ആ സിനിമകളൊക്കെ. അത് പോട്ടെ, നമ്മളിവിടെ ഇന്ന് ലഹരിക്ക് എതിരായിട്ട് ക്യാമ്പയിൻ നടത്തുന്നു, നാടകങ്ങൾ നടത്തുന്നു, വളരെ പ്രചണ്ഡമായ രീതിയിൽ നടത്തുന്നുണ്ട്. ഇതുമാത്രം കൊണ്ടൊന്നും ലഹരി ഉപയോഗം തടയുവാനൊക്കും എന്ന് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ മൂല്യം, ഇതിൻ്റെ മൂലകാരണത്തെപ്പറ്റി നമ്മൾ പഠിക്കണം. വീടാണ് ഇതിൻ്റെ പ്രശ്നം, കുടുംബമാണ് ഇതിൻ്റെ പ്രശ്നം, മാതാപിതാക്കളാണ് ഒരു പരിധി വരെ ഇതിന് കാരണക്കാരെന്ന് ഞാൻ പറയും. അവരെ അടച്ച് ആക്ഷേപിക്കുകയല്ല. നിങ്ങൾക്ക് പലർക്കും അറിയാം, എൻ്റെയൊക്കെ പ്രായമുള്ളവർക്ക് ചിലപ്പോൾ മനസ്സിലാകും നമ്മുടെയൊക്കെ ചെറുപ്പത്തിലുള്ള സ്കൂൾ ജീവിതവും കോളേജ് ജീവിതവും എന്തായിരുന്നു എന്ന്. ഇന്നത്തെ കാലാവസ്ഥയല്ല, ഇന്നത്തെ അനുഭവങ്ങൾ, അന്നത്തെ അനുഭവങ്ങളല്ല ഇന്നുള്ളതും. ഇന്നെല്ലാ സൗകര്യങ്ങളും മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുകയാണ്. അവരെന്ത് കാണിച്ചാലും പ്രശ്നമില്ല. ഇന്ന് ഏത് വിദ്യാർത്ഥിയുണ്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കളോട് അന്ന് കോളേജിൽ എന്ത് നടന്നു, സ്കൂളിൽ എന്ത് നടന്നു എന്ന് പറയുന്ന ഏത് വിദ്യാർത്ഥിയുണ്ടെന്ന്? ഇല്ല. അതിനുള്ള സമയം മാതാപിതാക്കൾക്കുമില്ല. അങ്ങനെയുള്ള ഡയലോഗുകളില്ല, സംവേദനങ്ങളൊന്നും തന്നെ ഇല്ല നമ്മുടെ കുടുംബത്തിൽ. ആ കൂട്ടായ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. മുമ്പൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്, ചെറുപ്പകാലത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു കാപ്പി കുടിച്ച് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് കുറേ കളിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് 7 മണിക്കൊരു കുടുംബ പ്രാർത്ഥനയുണ്ടായിരുന്നു. ഇന്ന് ഒരു വീട്ടിലും അതില്ല. ഞാനൊരു ഭക്തനായതുകൊണ്ടോ അമിത ഭക്തനായതുകൊണ്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥിക്കുവാൻ ഒരു അരമണിക്കൂർ തരണം എന്ന് എൻ്റെ മാതാപിതാക്കൾ അന്ന് ചെറുപ്പത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇന്ന് അതൊന്നുമില്ല. ഞാൻ പ്രാർത്ഥിക്കുകയോ ഇല്ലയോ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് കുടുംബജീവിതത്തിലെ അസന്തുലമായ അവസ്ഥ, മോശമായ അവസ്ഥയാണ് ഇതിനൊക്കെ കാരണം. വൈകുന്നേരം 6:30-7 ആകുമ്പോൾ വീട്ടമ്മമാർ സീരിയൽ കാണാൻ പോകും. സീരിയൽ കാണരുതെന്നൊന്നും ഒരിക്കലും ഞാൻ പറയില്ല. ഞാൻ സീരിയൽ എടുത്തിട്ടുണ്ട്, 25ഓളം സീരിയലിൽ അഭിനയിച്ച ആളാണ്. ഇതൊന്നും ഞാൻ തെറ്റു പറയുന്നില്ല. പക്ഷേ സീരിയൽ കാണുന്ന അമ്മമാർ, വല്യമ്മമാർ, അവർ ചിന്തിക്കണം, നിങ്ങളോടൊപ്പം ഇരുന്ന് കാണേണ്ട ഒരു സീരിയലാണോ നിങ്ങളുടെ മക്കളും മക്കളുടെ മക്കളും കാണുന്നതെന്ന് നിങ്ങൾ ആലോചിക്കണം. സീരിയലിനെ ഞാൻ ഒരിക്കലും എതിർത്ത് സംസാരിക്കുന്നില്ല, അതൊരു വിഷയമാക്കരുത്, നല്ലത് തന്നെയാണ്. പക്ഷേ ഏത് കാണണം, എന്ത് കാണണം എന്ന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളാണ്. പിന്നെ കുട്ടികളോട് എനിക്ക് പറയുവാനുള്ളത്, എനിക്കും കുട്ടികളും കൊച്ചുമക്കളും ഒക്കെയുള്ള ആളാണ്. ഇന്നത്തെ അന്തരീക്ഷത്തിൽ നമുക്ക് കിട്ടുന്ന കൂട്ടുകെട്ടുകൾ, നമ്മുടെ സഹവർത്തിത്വങ്ങൾ, അതൊക്കെ വളരെ കാര്യമായിട്ട് നോക്കണം. എല്ലാ കുട്ടികളും ലഹരിക്ക് അടിമയാണെന്നോ അതിൻ്റെ പുറകെ പോകുന്നു ഒന്നും ഞാൻ പറയുന്നില്ല. ഇത് സ്വയം തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇവിടെ നമ്മൾ കുറേ ഈ തെരുവ് നാടകം നടത്തിയത് കൊണ്ട് മാത്രമൊന്നും പ്രബുദ്ധരാക്കാമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. നമ്മൾ സ്വയം തീരുമാനിക്കണം. മദ്യം കഴിച്ചാൽ എന്തൊക്കെ ഉണ്ടാകും അപകടങ്ങളെന്ന് നിങ്ങൾക്ക് ഗൂഗിളിൽ അന്വേഷിച്ചാൽ കിട്ടും. ലഹരി പദാർത്ഥം കഴിച്ചാൽ എന്താണ് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങളുടെ വിവേചന അധികാരമാണ്. നിങ്ങൾ സ്വയം ചിന്തിക്കുക. നമ്മൾക്കാകെയുള്ള ഒരു ജീവിതമാണ്, ഒറ്റ ജീവിതമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്. അത് എന്ന് തിരിച്ചെടുക്കുമെന്ന് എനിക്കോ നിങ്ങൾക്കോ അറിയില്ല. അപ്പോൾ ആ സമയത്ത് സ്നേഹത്തോടെയും സഹവർത്തിത്തോടെയും മറ്റുള്ളവരെ സ്നേഹിച്ചും കഴിയുന്നതിനപ്പുറം ഈ ലഹരി പദാർത്ഥത്തിന് നിങ്ങൾ അടിമകളാകരുത്, അതിൻ്റെ പുറകെ പോകരുത്. അതൊരിക്കലും നന്മ തരികയില്ല, അത് വളരെ മോശമായ അവസ്ഥയിലേക്ക് പോകും. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും നന്മ വരട്ടെ. കാരണം നമ്മുടെ അന്തരിച്ചു പോയ ഭാരതത്തിൻ്റെ പ്രസിഡന്റ് പറഞ്ഞ പോലെ, APJ അബ്ദുൽ കലാം പറഞ്ഞ പോലെ, നിങ്ങളിലാണ് പ്രതീക്ഷ, യുവജനങ്ങളിലാണ് പ്രതീക്ഷ. അത് നിങ്ങൾ നിറവേറ്റണം. നല്ലൊരു ഇന്ത്യക്ക് വേണ്ടി, നല്ലൊരു നാളേക്ക് വേണ്ടി നിങ്ങളെല്ലാം ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുക. ലഹരി എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതിരിക്കട്ടെ. ജീവിതം ലഹരിയാകട്ടെ. ജീവിതത്തെ ലഹരിയായി കാണുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സാറ് മക്കളെ വളർത്തുന്ന കാര്യം പറഞ്ഞപ്പോൾ അവിടുന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം, സാറ് 2 നല്ല മക്കളെ നമ്മുടെ കേരളത്തിന് തന്നിട്ടുണ്ട്, ബോബി ആൻഡ് സഞ്ജയ്. ട്രാഫിക് നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടത്? കസേരയുടെ അറ്റത്ത് അത്രയും എക്സൈറ്റഡ് ആയി കണ്ട സിനിമയാണ് ട്രാഫിക്. ആ 2 മക്കൾക്കൊരു കയ്യടി കൊടുക്കാം നമുക്ക്. ട്രാഫിക്കിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ബോബി ആൻഡ് സഞ്ജയ്. ഒപ്പം എനിക്ക് സാറിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ആകാശദൂത് സിനിമ, ഈ മാന്നാനവുമായിട്ട് അതിന് ബന്ധമുണ്ട്. ഞങ്ങളെയൊക്കെ അത്രയേറെ കരയിച്ച സിനിമയാണ്. ഇപ്പോഴും കണ്ടാൽ കരയും അല്ലേ? ആകാശദൂത് കണ്ടാൽ കരയാത്ത ആരെങ്കിലും ഉണ്ടോ? മാന്നാനവുമായി അതിന് ബന്ധമുണ്ട്. ഒന്ന് പറയാമോ? ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ കോട്ടയംകാരനാണ്.
ഞാൻ ഈ സെൻറ്റ് എഫ്രൈം സ്കൂളിൽ ഒരു വർഷം ബോർഡിങ്ങിൽ താമസിച്ച് പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം SP കോളേജിലും CMSലും ഒക്കെ പഠിച്ചു. 1993 ആകാശദൂത് നിർമ്മിക്കുന്നത്. അന്ന് അതിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് എൻ്റെ സഹോദരി പുത്രനായ ഡെന്നീസ് ജോസഫാണ്. സംവിധാനം ചെയ്തത് സിബി മലയിൽ. അതിനൊരു ലൊക്കേഷൻ നോക്കിയപ്പോൾ ഒരു പള്ളി വേണം, അതിനോടനുസരിച്ചൊരു കൊവേന്ത വേണം, എല്ലാം കൂടെ നോക്കിയപ്പോൾ മാന്നാനമാണ് നല്ലത്. ഞാൻ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് മാന്നാനത്ത് ഇവിടെ വന്ന ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് പറഞ്ഞു, ഒരു സിനിമയാണ്, സഹായിക്കണം. അതിൻ്റെ കഥ ഇതാണ്, ഒരു സദുദ്ദേശപരമായ തീമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അച്ഛന്മാർ വളരെ സന്തോഷത്തോടു കൂടി എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് ചെയ്തു തന്നു. 30 ദിവസം ഈ കൊവേന്തയും പള്ളിയും ഈ പരിസരങ്ങളും എല്ലാം കൂടെ എടുത്താണ് ആകാശദൂത് എടുത്തത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും എനിക്ക് ഒത്തിരി നന്ദിയും കടപ്പാടുള്ള ഒരു സ്ഥലമാണ് ഈ മാന്നാനം. എൻ്റെ പൂർവ്വ വിദ്യാലയം, എന്നെ അന്ന് ഒത്തിരി സഹായിച്ച ബഹുമാനപ്പെട്ട വൈദികരുടെ എല്ലാവരുടെയും പേര് ഞാൻ ഓർക്കുന്നില്ല, പക്ഷേ എന്നും ഞാൻ അവരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഓർക്കുന്നു. പിന്നെ ഒരു ചെറിയ ബന്ധം, കുടുംബ ബന്ധം മാന്നാനത്തുണ്ട്, മറ്റൊന്നുമല്ല. എൻ്റെ രണ്ടാമത്തെ മകൻ സഞ്ജയ്, നിങ്ങൾക്കറിയാം, ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, അതിൽ സഞ്ജയ് കല്യാണം കഴിച്ചിരിക്കുന്നത് മാന്നാനത്തു നിന്നാണ്. നമ്മുടെ ബംഗാൾ ഗവർണർ ആനന്ദ ബോസിൻ്റെ സഹോദരൻ്റെ മകളെയാണ് അവൻ വിവാഹം ചെയ്തിരിക്കുന്നത്. അങ്ങനെ മാന്നാനം എല്ലാ അർത്ഥത്തിലും. അതുപോലെ സ്കൂള്, മുല്ലശ്ശേരിലച്ഛൻ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും എന്നെ വിളിക്കും. എനിക്ക് വളരെ സന്തോഷത്തോടെ ഞാൻ വരാറുണ്ട്. ഓരോ പ്രാവശ്യം വരുമ്പോഴും ആ സ്കൂളിൻ്റെ വളർച്ച എന്നെ അതിശയിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിലെ നമ്പർ 1 സ്കൂളാണ് അതെന്ന് എനിക്ക് എപ്പോഴും ഉച്ചത്തിൽ പറയുവാൻ സാധിക്കും. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുമുണ്ട് മുല്ലശ്ശേരി അച്ഛൻ്റെ ആ കഴിവിനെ പറ്റി. അങ്ങനെ മാന്നാനം നമുക്ക് ഒത്തിരി പ്രചോദനം നൽകിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്താ പറഞ്ഞേ, ആകാശദൂത് എന്നും എവിടെയും ഓർമ്മിക്കപ്പെടുന്ന സിനിമയാണ്. സാർ മാന്നാനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. വിശുദ്ധനായ ചാവറ കുര്യാക്കോസ് ഏലിയാസ് അച്ഛൻ്റെ ഓർമ്മകൾ ഉറങ്ങുന്ന ഇടമാണ്. ചാവറയച്ഛൻ്റെ പേരിലുള്ള ഈ കലാലയത്തിൽ എത്താനായത് ഞങ്ങൾക്ക് അത്രത്തോളം അഭിമാനമുണ്ടതിൽ. ആശംസാ പ്രസംഗത്തിനായി ആ വലിയ ചരിത്രത്തിൻ്റെ ഇന്നത്തെ സാരഥികളിൽ ഒരാളായ കോളേജിൻ്റെ വൈസ് പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഫാദർ ഡോക്ടർ സേവിയർ CS CMIയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എങ്ങനെ തുടങ്ങണം, എന്തു പറയണമെന്ന് പ്രത്യേകിച്ചൊരാശയമില്ലാതെ നിൽക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അപൂർവമായി കിട്ടിയ ഒരു അസലുഭ നിമിഷത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോവുക. ബഹുമാനപ്പെട്ട മാനേജർ അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ ഇങ്ങനെ ഈ ചടങ്ങിൽ പങ്കെടുക്കാനായിട്ടുള്ളൊരു അവസരമാണ് എനിക്ക് ലഭിച്ചത്. പ്രിയപ്പെട്ട പ്രേംപ്രകാശ് സാർ, ഒരു കാര്യം പറയട്ടെ. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ അച്ഛൻ്റെയും മകൻ്റെയും സിനിമകൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്, ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. സാറിൻ്റെ അരനാഴിക നേരമെന്ന് പറയുന്ന സിനിമയും ബോബി സഞ്ജയുടെ ട്രാഫിക്കുമൊക്കെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപകൻ കൂടിയാണ് ഞാൻ. അങ്ങേക്ക് അതിനെയൊക്കെ ഓർത്ത് അഭിമാനിക്കാം. നമ്മളിവിടെ ആയിരിക്കുന്നത് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ടാണ്. ഇതിന് കൊടുത്തിരിക്കുന്ന പേര് AD 2025 എന്നാണ്. എന്ന് പറഞ്ഞാൽ ആൻറ്റി ഡ്രഗ് 2025. പക്ഷെ ഞാൻ അതിൻ്റെ അകത്ത് കൗതുകരമായ മറ്റൊരു കാര്യം കൂടി കാണാനായിട്ട് ശ്രമിക്കുകയാണ്. അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ പിന്നിൽ ക്രിസ്തു ഒളിഞ്ഞിരിപ്പുണ്ട്. ലാറ്റിനിൽ AD എന്ന് പറഞ്ഞാൽ ADBC നമുക്കറിയാം. ലാറ്റിനിൽ AD എന്ന് പറഞ്ഞാൽ അന്നോ ഡോമിനി എന്നാണ്, ഇൻ ദ ഇയർ ഓഫ് ദ ലോഡ്. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, കൂട്ടുകാരെ, വിദ്യാർത്ഥിനികളെ, നിങ്ങൾ ക്രിസ്തുവിനെ കൂട്ടുപിടിക്കുക. ക്രിസ്തുവാണ് നിങ്ങളുടെ ലഹരി. നിങ്ങളുടെ മാതാപിതാക്കളെ കൂട്ടുപിടിക്കുക. അവർക്ക് എത്ര വലിയ പോരായ്മകളുണ്ടായാലും നിങ്ങൾക്കൊരു ജന്മം തന്ന നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കട്ടെ നിങ്ങളുടെ ലഹരി. നിങ്ങൾ ഈ ക്യാമ്പസിലായിരിക്കുമ്പോൾ നിങ്ങളുടെ നല്ല സൗഹൃദങ്ങളാവട്ടെ, നിങ്ങളുടെ നല്ല അധ്യാപകരാവട്ടെ നിങ്ങളുടെ ലഹരി. മറ്റ് ലഹരികളൊന്നും നമ്മെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയില്ല. 33 വർഷക്കാലം മാത്രം ജീവിച്ച ക്രിസ്തു ഇന്നും ഓർക്കുന്നുണ്ടെങ്കിൽ അവൻ സ്നേഹത്തോടുകൂടി താൻ എല്ലാവരെയും സ്നേഹമാണെന്ന് പഠിപ്പിക്കുകയും ഈ ലോകത്തിൻ്റെ നിലനിൽപ്പ് സ്നേഹത്തിലാണെന്ന് പറയുകയും ചെയ്തുകൊണ്ട് തൻ്റെ ഹൃദയത്തോട് എല്ലാവരെയും ചേർത്ത് നിർത്തിയതുകൊണ്ടാണ് ക്രിസ്തു ഇന്നും ഓർമ്മിക്കപ്പെടുന്നത്. മഹാത്മാഗാന്ധി ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് നമുക്ക് സ്വാതന്ത്ര്യം നേടി തന്നതുകൊണ്ടാണ്, അതിനുവേണ്ടി തൻ്റെ ജീവിതം ഹോമിച്ചതുകൊണ്ടാണ്. നമുക്ക് മുമ്പിൽ ഒരുപാട് മാതൃകകളൊക്കെ ഉണ്ട്. ഇത് ആദ്യത്തെ ഭാഗമാണ്. AD 2025 എന്ന് പറയുന്ന ന്യൂസ് 18 ഭാഗമായി നാം ഇവിടെ സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ ആദ്യ ഭാഗമാണ്. രണ്ടാമത്തെ ഭാഗം ഒരു പാനൽ ഡിസ്കഷനാണ്.
മൂന്നാമത്തെ ഭാഗമെന്ന് പറയുന്നത് ഓണാഘോഷ പരിപാടികളാണ്. മഹാബലിയെ കൂടി ഓർക്കാൻ നമുക്ക്. മഹത്തായ ബലി, ബലവാനായിരുന്നയാൾ 3 അടി മണ്ണ് ചോദിച്ചപ്പോൾ കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് അയാൾ തൻ്റെ ശിരസ് തന്നെ 3-ാമത്തെ അടിയായി കൊടുത്തയാളാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കൊടുക്കുമ്പോഴാണ്, ഹൃദയത്തോട് ചേർത്ത് നിർത്തി മറ്റുള്ളവരെ സ്നേഹിക്കാൻ കഴിയുമ്പോഴാണ്, എന്നെ മറ്റുള്ളവർ സ്നേഹിക്കുമ്പോഴാണ് എനിക്ക് ജീവിതം ലഹരിയായി മാറുക. അങ്ങനെ ജീവിതം നമുക്ക് ലഹരിയായി മാറട്ടെ. മറ്റെല്ലാ ലഹരിയോടും നമുക്ക് നോ പറയാം, നമുക്കത് വേണ്ട എന്ന് പറയാം. ന്യൂസ് 18 കേരളത്തിൻ്റെ ഈ ഒരു ചടങ്ങിൽ ഞാൻ അങ്ങേയറ്റം ശ്ലാഘിക്കുന്നു, അഭിനന്ദിക്കുന്നു, നന്ദി പറയുന്നു. നമുക്ക് ഒത്തൊരുമിച്ച് ലഹരി വിരുദ്ധ സമൂഹത്തിനായിട്ട്, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട്, ലഹരി വിരുദ്ധ ക്യാമ്പസിനായിട്ട് നമുക്ക് പ്രവർത്തിക്കാം. ലഹരി വിരുദ്ധ കേരളത്തിന് വേണ്ടി, ലഹരി വിരുദ്ധ ഭാരതത്തിന് വേണ്ടി ഒന്നിച്ച് പ്രയത്നിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ചുരുങ്ങിയ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മളോട് ആരാ സംസാരിക്കാൻ പോകുന്നേ? കോട്ടയത്തിന്റെ പ്രിയപ്പെട്ട കലാകാരൻ ശ്രീ അജീഷ് ജോൺ. അജീഷ് ചേട്ടനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. കയ്യടിയോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. ഞാൻ ഒരു മിമിക്രിക്കാരനാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അല്ലേ? അറിയോ? എൻ്റെ പ്രോഗ്രാം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുള്ളവരൊന്ന് കൈയടിക്കൂ. സംഭവം എന്താണെന്നറിയോ? ഒരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അജീഷ് ജോൺ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചപ്പോൾ പരിപാടി കണ്ടിട്ടുള്ളവർ ഇതിനകത്ത് എത്ര പേരുണ്ടാവും എന്നുള്ളൊരു സംശയം വന്നു. അതുകൊണ്ടാണ് ഞാൻ വേദിയിൽ സാധാരണ ചെയ്യാറുള്ളത് ഒരു മദ്യപാനിയുടെ റോളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ഫങ്ഷന് എന്നെ വിളിച്ചേക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായി. സത്യമായിട്ടും ഞാൻ ആലോചിച്ചു, ഇതെന്താണ് എന്നെ ഇങ്ങനെ വിളിച്ചേക്കുന്നത്? ഇനി നിങ്ങളുടെ എല്ലാവരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തൊരു റോൾ മോഡലാണ്, ഇങ്ങനെ പോകരുതെന്ന് കാണിക്കാനാണോ, അതോ എനിക്ക് മനസ്സിലായില്ല സത്യമായിട്ട്. എന്തായാലും ഇങ്ങനത്തെ ഫംഗ്ഷനുകൾ കൂടുതൽ സാധാരണ ചാനലുകൾ ഉണ്ടാകാറുള്ളപ്പോൾ പോലും ഞങ്ങളെ കുറേ പേര് ഇതുപോലെ പ്രോഗ്രാമിൻ്റെ മദ്യപാനികളെ അവതരിപ്പിക്കുന്ന ആളുകളെ എപ്പോഴും എല്ലാ പ്രാവശ്യവും ഓണത്തിന് മദ്യപാനികളുടെ പ്രശ്നം പറഞ്ഞിട്ടുള്ളൊരു ഇഷ്യൂ ഒരു ടോക്ക് ഷോ ഉണ്ടാകാറുണ്ട്. അതിനകത്ത് ഞങ്ങളെ കുറേ പേര് ഇരുത്താറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു സ്ഥലത്താണ് ഞാനിപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. പറയാനുള്ളത് ഞാൻ മനസ്സിൽ കരുതിയ ഒരു കാര്യം ശ്രീ പ്രേംപ്രകാശ് സാറ് പറഞ്ഞു. നമ്മൾ വേറൊരു റൂട്ടിലേക്ക് തിരിയാൻ തുടങ്ങുന്നത് നമ്മുടെ കുടുംബത്തിൽ നിന്നാണ്. നമ്മുടെ കുടുംബം എന്ന് പറയുന്നത് സന്ധ്യാപ്രാർത്ഥനയുടെ കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ ഒരുമിച്ച് ഒരു മേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന വളരെ കുറഞ്ഞിരിക്കുന്നു. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അച്ഛനും അമ്മയും മാതാപിതാക്കളുടെ കാര്യം പറയുന്നത്, അവർ മക്കളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഭയങ്കരമായിട്ടിപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കുറവായതുകൊണ്ടാണ്. ഞാൻ എൻ്റെ മോളോട് അവൾക്ക് തിരിച്ചറിവായപ്പോൾ ആദ്യം പറഞ്ഞത് ഐ ലവ് യു എന്നാണ്. കാര്യം എന്താണെന്നറിയോ? മറ്റൊരു വ്യക്തി അത് പറയുമ്പോൾ അവൾക്ക് കൗതുകം തോന്നാതിരിക്കാൻ വേണ്ടിയാണ്, അതിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യാൻ നമ്മുടെ ഈ ലോകത്തുണ്ട്. അത് ചെയ്താൽ ഇതൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പായിട്ട് പറയുകയാണ്. കാരണം നമ്മുടെ മക്കളെ നമ്മൾ കരുതുന്ന പോലെ ആരും കരുതില്ല. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യം ലഹരി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതമായിരിക്കണം. കാരണം ഇത് കഴിഞ്ഞ് നിങ്ങൾ പോകാൻ പോണ ജീവിക്കാൻ പോണ ഒരു ഏരിയ ഉണ്ട്. നിങ്ങളുടെ ലഹരിയുടെ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു തൊഴിൽ വേണം, ഒരു ജീവിതം വേണം, ഒരു ഭാര്യ വേണം, അല്ലെങ്കിൽ ഒരു ഭർത്താവ് വേണം, അങ്ങനെ ഒരു കുടുംബം വേണം. ഇവിടുന്ന് ഒരു കുടുംബത്തിൽ നിന്ന് തുടങ്ങി അടുത്ത കുടുംബത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അപ്പോൾ ആ ട്രാവലിംഗ് പീരീഡ് നമ്മൾ വളരെ ശ്രദ്ധയോട് തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം. അപ്പോൾ എന്തായാലും ഞാൻ വന്ന സ്ഥിതിക്ക് ഒരു കലാകാരനാണ്. അപ്പോൾ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും ഒരു പെർഫോമൻസ് എല്ലാവരും പ്രതീക്ഷിക്കും അല്ലേ? ഉറപ്പായിട്ടും പ്രതീക്ഷിക്കും. ഞാൻ മിമിക്രി കലാകാരൻ എന്ന് പറയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എന്നോട് സദയെ ക്ഷമിക്കണം. കാരണം നമുക്കൊക്കെ അറിയുന്ന ആളാണല്ലോ, അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാത്തതും. അപ്പോൾ എല്ലാവർക്കും ഒരു കയ്യടി കൊടുക്കാം. നമുക്ക് വേണ്ടി ചേട്ടൻ പെർഫോം ചെയ്യും. എല്ലാവരും കണ്ടിട്ടുള്ളതാണ് പെർഫോമൻസ്. ഞങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ഓണമാണ്. ഒരു കയ്യടി കൊടുക്കണം. കാരണം നമ്മൾ കുറേ ആങ്കേഴ്സിനെ കണ്ടിട്ടുണ്ട്. ഓരോ ആളുകളെ മെൻഷൻ ചെയ്ത ശേഷം അതിനുശേഷവും എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്യുകയും ചെയ്ത് ആസ്വദിക്കുന്ന നല്ലൊരു കൈകടി കൊടുക്കണം പ്ലീസ്. நாட்டு சார்கள் யாருமே காணுவா அடி ஆத்தி தூ ஜீது படி ஏன் மஸ்து மஸ்து ஐயா இந்த பொண்ணுங்க ஏம ஒரு விதம் விவா விவா விப்பா அப்படின்னு சொல்லுவாங்க. மாப்பிள்ள மாப்பிள்ள
മാപ്പ് വച്ചിട്ടാ യാപ്പ്. AD 2025 News 18 Anti-Drugs Awareness Campaign 3rd edition in collaboration with Kuriakose Elias College, Madanam, powered by Reliance Industries Limited, special partner Introyal Home Spaces, associate sponsors Shimati, Chemanur International and IBIS Group of Educational Institutions. നമ്മുടെ പരിപാടിയുടെ ആദ്യഘട്ടം ഇവിടെ പൂർത്തിയാവുകയാണ്. ഈ വേദിയിൽ അതിഥികളായി എത്തിയവർക്കുള്ള ഉപഹാര സമർപ്പണമാണ് ഇനി. ഉപഹാരങ്ങൾ സമർപ്പിക്കാനായി ന്യൂസ് 18 കേരളം അസോസിയേറ്റ് എഡിറ്റർ ടോം കുര്യാക്കോസിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു അരമണിക്കൂറിൽ കുറച്ച് ആശയങ്ങൾ പങ്കുവയ്ക്കുക. ഉപദേശമല്ല, കുറച്ച് ആശയങ്ങൾ. അതിനുവേണ്ടി ഈ പാനൽ ഡിസ്കഷനിൽ നമുക്കൊപ്പം നമ്മളേറെ ആദരിക്കുന്ന ചില പ്രമുഖരുണ്ട്. അതോടൊപ്പം ഈ കലാലയത്തിലെ വിദ്യാർത്ഥികളുണ്ട്. അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കും, അനുഭവങ്ങൾ പങ്കുവയ്ക്കും. എങ്ങനെ ഈ സമൂഹത്തെ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് വേണ്ടി സജ്ജരാക്കാം എന്നുള്ള ചില നിർദ്ദേശങ്ങളാണ് ഈ അരമണിക്കൂറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിഥികളെ ക്ഷണിക്കുകയാണ് വേദിയിലേക്ക്. ആദ്യമായി കോട്ടയം നർക്കോട്ടിക്സ് DYSP ഏറ്റവും ബഹുമാനായ ശ്രീ AJ തോമസ് സാറിനെയും വേദിയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇതോടൊപ്പം കോട്ടയം ജില്ലയിലെ പ്രമുഖ ലഹരി വിരുദ്ധ പ്രവർത്തകനായിട്ടുള്ള ശ്രീ CJ ജോസഫ്, അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സൈക്കോ തെറാപ്പിസ്റ്റ് K ജയകൃഷ്ണൻ, അദ്ദേഹത്തിനും നിരവധി അനുഭവങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും, നമ്മളോട് നല്ല ആശയങ്ങൾ പങ്കുവയ്ക്കാനുണ്ടാകും. ശ്രീ ജയകൃഷ്ണനെയും വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കുന്ന മറ്റ് രണ്ട് ഈ കോളേജിൻ്റെ വൈബായിട്ടുള്ള ചുറുചുറുക്കുള്ള രണ്ട് വിദ്യാർത്ഥികളാണ്. ഏഞ്ചല ജിജു, സൈക്കോളജി 3ാം വർഷ വിദ്യാർത്ഥിനി. ഇതോടൊപ്പം ഇക്കണോമിക്സ് 3ാം വർഷ വിദ്യാർത്ഥി ജുവൽ ജേക്കബ്. രണ്ടുപേരെയും ഈ പാനൽ ഡിസ്കഷനിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, ഞാൻ എൻ്റെ ആദ്യത്തെ ചോദ്യം കോട്ടയം നർക്കോട്ടിക്സ് DYSP തോമസ് സാറിനോട്. സാർ, ലഹരിക്കടിമയായ യുവാവ് ഒരു പോലീസുകാരനെ ചവിട്ടിക്കൊന്ന നാടാണിത്. നമ്മൾ പൊതുവെ അഭിമാനത്തോടെ പറയാറുണ്ട് നമ്മുടെ കോട്ടയം ജില്ലക്കാരെ അക്ഷര നഗരിയാണ്, അല്ലെങ്കിൽ സാക്ഷര കേരളത്തിൽ അല്ലെങ്കിൽ സാക്ഷരതയിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ജില്ലയാണെന്ന്. ഈ ജില്ലയിൽ അല്ലെങ്കിൽ കോട്ടയത്ത് ഒരു ആ പഴയ കലയുടെയും അല്ലെങ്കിൽ അക്ഷരങ്ങളുടെയൊക്കെ ലഹരിയിൽ നിന്നും മാറി നമ്മുടെ പുതിയ തലമുറ ലഹരിയിലേക്ക് വഴുതി മാറിയിട്ടുണ്ടോ? നമ്മുടെ കോട്ടയം ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലഹരിയുടെ ഉപയോഗം കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകൾ പരിശോധിച്ചാൽ കൂടുകയാണ് ഉണ്ടായിട്ടുള്ളത്. 2024 888 കേസുകളാണ് റിപ്പോർട്ടായെങ്കിൽ ഈ വർഷം ഇതുവരെ തന്നെ 1000-ലധികം കേസുകൾ റിപ്പോർട്ടായിട്ടുണ്ട്. അപ്പം വളരെ വളരെ വലിയ തോതിൽ ഇതിൻ്റെ ഉപയോഗം ചെറുപ്പക്കാരുടെ ഇടയിലാണ് കൂടുതലായിട്ടും ഇതിൻ്റെ ഉപയോഗം വരുന്നത്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ ഇന്നത്തെ യുവജനത ജീവിതത്തെ അല്ല ലൈഫിനെ ഒരു നിസ്സാരമായിട്ടാണ് കാണുന്നത്. ലൈഫിനെ ടെക്നോളജിയുടെ ഭയങ്കരമായ കുതിച്ചുചാട്ടത്തിനിടയിൽ ഒരു ഹാലുസിനേഷൻ നിറഞ്ഞ ഒരു ലോകത്തേക്കാണ് പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈഫ് എന്ന് പറയുന്നത് വളരെ വലിയ സംഭവമൊന്നും അല്ല എന്ന് ചിന്തിക്കുന്ന ഒരു യുവതലമുറ ഇന്ന് വളരെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. അപ്പം അതിൻ്റെ ഗൗരവത്തിലെടുക്കാത്തത് കൊണ്ട് ഇതൊക്കെ ഒരു നൈമിഷികമായ ഒരു ജീവിത സുഖങ്ങളിലൂടെ കടന്നു പോകേണ്ടത് ഒന്നാണ് ലൈഫ് എന്നൊരു ചിന്താഗതി ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ സൈബർ ലോകത്തൂടെ കടന്നു വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഡാർക്ക് നെറ്റിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർ വലിയ തോതിൽ ഇതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട്.
ഈ അടുത്ത കാലത്ത് ഡാർക്ക് നെറ്റിലെ ഒരു വലിയ സ്രാവിനെ NCB പിടിക്കുകയുണ്ടായി. അയാളുടെ ഓപ്പറേഷൻ സമീപ ജില്ലയിലായിരുന്നു, കോട്ടയം ജില്ലയിലൂടെ അയാളുടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള സൈബറിൻ്റെ സാങ്കേതികത്തിൻ്റെ ടെക്നോളജിയുടെയൊക്കെ മേഖലകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു ബ്രെയിൻ വാഷിങ് നമ്മുടെ യുവജനങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യുവജനങ്ങൾ ലൈഫിനെ ഒരു വലിയ സംഭവമാക്കാതെ അല്ലെങ്കിൽ അതിൻ്റെതായ ഗൗരവത്തിൽ ഉൾക്കൊള്ളാതെ ലൈഫ് ഒരാടിപ്പാടി തീർക്കേണ്ടത ഒന്നാണ് എന്നുള്ള ചിന്താഗതിയിൽ ഈ ഈയാമ്പാറ്റകളെ പോലെ തീയിലേക്ക് പോയി വീഴുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ നമ്മൾ പോലീസ് കോട്ടയം ജില്ലയിൽ വളരെ ശക്തമായ നടപടികളിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും നമ്മൾ 3 ലെവലിലാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. ഒന്ന് പ്രിവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സാധനങ്ങൾ ഉപയോഗിക്കുന്നവർ, വിൽക്കുന്നവർ, വാങ്ങുന്നവർ, ട്രാൻസ്പോർട്ട് ചെയ്യുന്നവർ ഇവരെ നിയമപരമായ സംവിധാനങ്ങൾക്കുള്ളിൽ കൊണ്ടുവന്ന് മാക്സിമം ശിക്ഷ മേടിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഇതെന്ന് പറയുന്നത് അവയർനെസ്സാണ്. അവയർനെസ്സിന് വലിയ മാറ്റങ്ങൾ വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർഷം ഞാൻ തന്നെ ഒരു 100-ലധികം ക്ലാസ്സുകൾ ക്യാമ്പസുകളിലും സ്കൂളുകളിലും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ എടുത്തിട്ടുണ്ട്. അതിൽ വളരെ വലിയ മാറ്റങ്ങൾ നമുക്ക് അതിനകത്ത് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ ഈ വർഷത്തെ കണക്ക് ഞാൻ പറഞ്ഞെങ്കിൽ അത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് വരെയുള്ള കണക്കുകൾ ശേഷം മാർച്ചിന് ശേഷം ഇങ്ങോട്ടുള്ള കണക്കുകൾ വളരെ ഡൗൺ ട്രെൻഡിലാണ്. ഈ മാസങ്ങളിലൊക്കെ ആണെങ്കിലും ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ പോലീസിൻ്റെ അല്ല എക്സൈസിൻ്റെ ആക്ഷൻ കുറഞ്ഞിട്ടല്ല, അവരുടെ ആക്ഷൻ കൂടുതലായിട്ടുണ്ടായി ഇപ്പം. അപ്പോൾ നേരത്തെ നമ്മൾ സൈബർ ലോകത്തേക്ക് കടന്നു ചെന്നുള്ള പരിശോധന കുറവായിരുന്നെങ്കിൽ ആ സൈബർ ലോകത്ത് പോലും നമ്മളിപ്പം വളരെ വലിയ തോതിൽ വല വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കൊണ്ട് ആൾക്കാരുടെ ഉപയോഗം വളരെ രീതിയിൽ പോലീസിൻ്റെ അല്ല എക്സൈസിൻ്റെ ഒക്കെ ഇടപെടലുകളിലൂടെ കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ലഹരിക്കെതിരെ കുടുംബത്തിൻ്റെ മാതാപിതാക്കളുടെ കൂടി പിന്തുണയോടുകൂടിയാണ് ഈ യുവാക്കളെ ലഹരിയിൽ നിന്ന് പൂർണ്ണമായി വിമുക്തരാക്കുന്നത്. അത് നമുക്കറിയാം ഏറ്റവും ഫലപ്രദമായി നടപ്പാക്കിയിട്ടുള്ളത് പഞ്ചാബിലാണ്. പഞ്ചാബ് മോഡൽ, അതായത് അമ്മമാരെ അണിനിരത്തിയുള്ള ലഹരി വിരുദ്ധ പ്രവർത്തനം. സമാനമായൊരു നിശബ്ദമായ ഒരു വിപ്ലവം സൃഷ്ടിക്കുന്ന ഒരു മേഖലയുണ്ട് ചങ്ങനാശ്ശേരി. ആ ചങ്ങനാശ്ശേരിയിലെ ലഹരി വിരുദ്ധ പ്രവർത്തകനായിട്ടുള്ള ശ്രീ CJ ജോസഫ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. സാർ, നിങ്ങളുടെ പ്രവർത്തനം എങ്ങനെയാണ്? കാരണം പൊതുവെ നമ്മൾ യുവാക്കളെ ഉപദേശിക്കും, അവർക്കാണ് അവയർനെസ് കൊടുക്കുന്നത്. യഥാർത്ഥത്തിൽ ആർക്കാണ്, ഈ അമ്മമാർക്ക് അല്ലെങ്കിൽ കുടുംബങ്ങളിലാണോ അവയർനെസ്, ഈ ബോധവൽക്കരണം തുടങ്ങേണ്ടത്? ഞാൻ ചങ്ങനാശ്ശേരി താലൂക്ക് റെസിഡൻസ് അസോസിയേഷൻ അപ്പസ് കൗൺസിലിനെ പ്രതിനിധീകരിച്ചാണ് ഞങ്ങളുടെ ഒരു പ്രോജക്റ്റാണ് എംഫാസ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ്. മദേഴ്സ് ഫെർട്ടർണിറ്റി അഗൻസ്റ്റ് സബ്സ്റ്റൻസ് അബ്യൂസ്, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിനെതിരെ അമ്മമാരുടെ കൂട്ടായ്മ. ഇത് ബഹുമാനപ്പെട്ട അവതാരകൻ സൂചിപ്പിച്ചതുപോലെ പഞ്ചാബിൽ ഒരു സംഘടനയുണ്ട്, മാഡ് എന്ന് പറഞ്ഞൊരു സംഘടന, മദേഴ്സ് അഗൻസ്റ്റ് ഡ്രഗ്സ്. അവിടെ 65% കുട്ടികളിൽ ലഹരിയുടെ ഉപയോഗം കണ്ടപ്പോൾ യാതൊരു നിവൃത്തിയില്ലാതെ രക്ഷയില്ല എന്നുള്ള ഒരു ഘട്ടം വന്നപ്പോഴാണ് അമ്മമാർ തെരുവിലേക്ക് ഇറങ്ങി ഇതിനെതിരെ പ്രതിരോധിക്കാനായിട്ട് വന്നത്. അങ്ങനെ ഇതൊരു വലിയ വിജയമായി, ഒരു വൈറലായിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ട് മാഡ് വളരുകയുണ്ടായി. അതൊരു മൂവ്മെൻ്റാണ്. അതിൻ്റെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ ആദ്യമായി അമ്മമാരുടെ ഒരു കൂട്ടായ്മ ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. 2015 മുതൽ ഞാൻ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിൽ പങ്കാളിയാണ്. അന്ന് മുതൽ എനിക്കറിയാം സ്കൂളുകളിൽ, കോളേജുകളിലൊക്കെ ലഹരി വിരുദ്ധ അവയർനെസ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. എനിക്ക് അപ്പോഴൊന്നും ഞാൻ ഒരിക്കലും തിരിച്ച് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് മനസ്സമാധാനം ഉണ്ടായിരുന്നില്ല. കാരണം 5ാം ക്ലാസ്സിലെ കുട്ടികളെയും അതുമുതൽ 10ാം ക്ലാസ് വരെയുള്ളൂ, അല്ലെങ്കിൽ +1 +2 കുട്ടികളെ ഒരുമിച്ചിരുത്തി അവയർനെസ് കൊടുക്കുകയാണ്, ബോധവൽക്കരണം കൊടുക്കുക. ഈ അവയർനെസ് എടുക്കാൻ വരുന്ന ആള് അന്ന് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡ്രഗുകളെ പറ്റിയുള്ള ഒരു വിവരം കുട്ടികൾക്ക് കൊടുക്കുന്നു, അതെങ്ങനെ ഉപയോഗിക്കുന്നെന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നു. ഒരുപാട് കഥകൾ മെനഞ്ഞല്ല, ഒരുപാട് അനുഭവ കഥകൾ, സംഭവ കഥകൾ വിവരിക്കുന്നു. ഇങ്ങനെയെല്ലാമാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതുകൊണ്ടൊന്നും ഇതിനൊരു കാര്യമായ ഒരു ഫലപ്രാപ്തി എത്തുകയില്ല എന്നുള്ളത് തോന്നിയിട്ട് ഈ പറഞ്ഞ അമ്മമാരെ കൂട്ടുപിടിച്ച് ഇതിനെതിരെ പ്രവർത്തിക്കാനായിട്ട് തീരുമാനിച്ചത്. നമുക്കറിയാം, അമ്മമാരാണ് ദ ഫസ്റ്റ് ലൈൻ ഡിഫൻഡേഴ്സ് നമ്മുടെ വീടുകളിൽ. അവർക്കാണ് കുട്ടികളുടെ വൈബ്രേഷൻസ് കൃത്യമായി അറിയാൻ പറ്റുന്നത്. ഒരു കുട്ടിയുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, അവൻ്റെ വസ്ത്രത്തിൽ ഇഷ്ടമുള്ള വസ്ത്രങ്ങൾ എന്താണ്, അവൻ്റെ ഭക്ഷണം എന്താണെന്ന്, അവൻ്റെ കൂട്ടുകാർ ഏതാണ്, അല്ലെങ്കിൽ അവിടെ അവനെ എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായിട്ട് ഇഷ്ടമുണ്ട്, അവൻ എഴുന്നേൽക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ എഴുന്നേൽക്കുന്ന സമയം, കുളിക്കുന്ന സമയം,
അല്ലെങ്കിൽ അവന് ഇഷ്ടമുള്ള ഈവൻ അവന് ഇഷ്ടമുള്ള സോപ്പുകൾ വരെ അമ്മമാർക്കാണ് അറിയാവുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ അവർ കുളിക്കാതെ സ്കൂളുകളിലോ കോളേജുകളിലോ പോവുക, മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീണ്ടും ഇട്ടിട്ട് പോവുക, വീടുകളിൽ താമസിച്ച് വരിക, അതുപോലെ ഒരുപാട് കാരണങ്ങൾ. അല്ലെങ്കിൽ ദിവസവും പൊട്ടുകുത്തി സ്കൂളിലോ കോളേജിലോ പോയിരുന്ന പെൺകുട്ടി പൊട്ട് ഇടാതെ പോകുക, ദേഹത്ത് പച്ച കുത്തിക്കൊണ്ട് വരിക. ഇതൊന്നും ഒരു വലിയ പാപമാണോ തെറ്റാണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മാറ്റങ്ങൾ വരുന്നത് അമ്മമാർക്ക് കൃത്യമായിട്ട് ബോധ്യമാകുവാനായിട്ട് സാധിക്കും. പക്ഷേ അതിൻ്റെ ഒരു കാര്യം എന്തെന്ന് പറഞ്ഞാൽ അമ്മമാർക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ചെറിയ ഒരു കാര്യം ഞാൻ ഒരു 30 സെക്കൻഡിൽ പറയാം. ഞങ്ങൾ ഈ അടുത്ത നാളിൽ ഒരു അമ്മമാരുടെ ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മദർ PTA-കളാണ്, അമ്മമാരുടെ കൂട്ടായ്മകളാണ്. അപ്പോൾ ഒരു സ്കൂളിൽ അമ്മമാരുടെ കൂട്ടായ്മയിൽ ക്ലാസ് എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പോരുന്ന അവസരത്തിൽ അവിടുത്തെ ഒരു പ്രധാന ടീച്ചർ വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു കുട്ടിയെ ഞങ്ങൾ അവൻ്റെ ബാഗ് അവൻ ഒരുപാട് കയറി എന്ന് കണ്ട് അവൻ്റെ ബാഗ് പരിശോധിച്ചപ്പോൾ ഒരു പാക്കറ്റ് സിഗരറ്റ് കാണുവാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിൽ വലിച്ചതും വലിക്കാത്തതുമായിട്ട് സിഗരറ്റുകളുണ്ട്. അവൻ്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അവൻ പറഞ്ഞു അവൻ്റെ കൂട്ടുകാരോ ഇട്ടതാണെന്ന് പറഞ്ഞു. അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. അമ്മ വളരെ രൂക്ഷമായിട്ട് ഈ ടീച്ചറിനെ അബ്യൂസ് ചെയ്തു. ഞങ്ങൾ വേറൊരു സമുദായത്തിൽപ്പെട്ട ആളായതുകൊണ്ട് വർഗീയതയല്ലേ നിങ്ങൾ കാണിക്കുന്നതെന്ന് വരെ പറഞ്ഞു. ഈ ടീച്ചറിന് വളരെ മാനസിക പ്രശ്നമുണ്ടായി, വിഷമമുണ്ടായി, അങ്ങനെ അങ്ങ് മാറി. എന്നാൽ 2 ആഴ്ച കഴിഞ്ഞ് വേറൊരു കുട്ടിയെ കൂൾ എന്ന് പറയുന്ന ഒരു വസ്തുവായിട്ട് പിടിക്കുകയുണ്ടായി. നാക്കിലിടുന്ന എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഒരു വസ്തുവാണ്, അത് ഒരു ലഹരിയാണ്. പക്ഷേ അത് ഉപയോഗിച്ച് കഴിഞ്ഞ് അവനോട് ചോദിച്ചു, അവൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാർ തന്നാണ്. ആരൊക്കെയാണ് നിൻ്റെ കൂട്ടുകാരെന്ന് പറഞ്ഞപ്പോൾ അവൻ എഴുതിയ 2ാമത്തെ പേര് ഈ ആദ്യം സിഗരറ്റ് പിടിച്ച പയ്യൻ്റെതായിരുന്നു. നോക്കുക, ആദ്യമേ തന്നെ അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയെ തിരിച്ചറിഞ്ഞ് ഈ ടീച്ചറുമായിട്ട് ചേർന്ന് ആ കുട്ടിയെ ഇതിൽ നിന്ന് പിന്തിരിപ്പിച്ചിരുന്നെങ്കിലോ. അപ്പം തീർച്ചയായിട്ടും അമ്മമാർ പലപ്പോഴും പല കേസുകളും വീടുകളിൽ ഒതുക്കി തീർക്കാറാണ് പതിവ്. അങ്ങനെ ഒതുക്കി തീർക്കാതെ ഓരോ അമ്മയുടെയും പുറകിൽ ആയിരക്കണക്കിന് അമ്മമാരുടെ ശക്തി ഉണ്ടെന്ന് ബോധ്യപ്പെടുത്തി അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അവർക്ക് ശക്തി കൊടുക്കുക, ബാക്കിയുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക, നിയമസഹായം കൊടുക്കുക, അങ്ങനെ കൊടുത്തവരെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ശ്രീ കെ ജയകൃഷ്ണൻ, അങ്ങ് കുറേ നാളുകളായി ഈ ലഹരി മേഖലകളിൽ, അതായത് ഈ കുട്ടികൾക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്കറിയാം അമിതമായ ലഹരി ഉപയോഗം പല രീതിയിൽ വിദ്യാർത്ഥികളെ ബാധിക്കും. അത് അവരെ ഒരു ക്രിമിനൽ സ്വഭാവത്തിലേക്ക് വഴിമാറ്റിവിടാം, അവരുടെ വിദ്യാഭ്യാസ മേഖലയെ, കരിയറിനെയൊക്കെ ബാധിക്കാം. അതിനപ്പുറം നമുക്കറിയാം ഈ കോഴിക്കോട് ജില്ലയിൽ ലഹരി ഉപയോഗിച്ച് നിരവധി ചെറുപ്പക്കാർ ഈ സമീപകാലത്ത് മരണപ്പെട്ടിട്ടുണ്ട്. ലഹരിയിൽ പൂർണ്ണമായി, പ്രത്യേകിച്ച് രാസലഹരിക്ക് അടിമപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ അല്ലെങ്കിൽ ഒരു യുവാവിനെ തിരികെ കൊണ്ടുവരിക, അത് ചികിത്സയ്ക്കപ്പുറം ഒരു ഉപദേശത്തിലൂടെ, ബോധവൽക്കരണത്തിലൂടെ, അല്ലെങ്കിൽ താങ്കളൊക്കെ നിലവിൽ പ്രവർത്തിക്കുന്ന ഈ സൈക്കോ തെറാപ്പിയിലൂടെ തിരികെ കൊണ്ടുവരാൻ സാധിക്കുമോ? നമ്മുടെ ആദ്യം മനസ്സിലാക്കേണ്ടത് കൗൺസിലിംഗ് വേറെയാണ്, തെറാപ്പി വേറെയാണ്. കൗൺസിലിംഗ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ടോക്ക് തെറാപ്പി അല്ലെങ്കിൽ നമ്മളൊരു കാര്യത്തെ കൃത്യമായി അവരുടെ പ്രസൻറ്റ് പ്രോബ്ലത്തെ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് ഒരു കൗൺസിലിംഗ് ആകുന്നത്. തെറാപ്പി എന്ന് പറയുന്നത് ഇത് രണ്ടും പരസ്പരം ഡിഫറൻഷ്യേറ്റ് മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരു തെറാപ്പി ഒരാൾ എടുക്കേണ്ടി വരുന്നത് ആ പ്രോബ്ലം വീണ്ടും വരുന്നുണ്ടെങ്കിൽ, റെക്കറൻ്റ് ആണെങ്കിൽ, റിലാപ്സുകൾ ഉണ്ടെങ്കിലാണ് ഒരു തെറാപ്പിയിൽ അത് അഡ്രസ്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത്, തെറാപ്പി എന്ന് പറയുന്നതും രണ്ടും ഒരുപോലെ ചെയ്യുന്നതിൻ്റെ ഒരു അപാകതയാണ്. അപ്പോൾ തീർച്ചയായും തെറാപ്പി എടുക്കേണ്ടി വരുമ്പോൾ ആ പ്രശ്നത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കുക, അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ ഡ്യൂറേഷൻ, അതിൻ്റെ ഇൻറ്റൻസിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ അത്തരം ടെസ്റ്റുകൾ നടത്താറുണ്ട്. അത്തരം ടെസ്റ്റുകൾ നടത്തി, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അഡിക്ഷൻ ആണെങ്കിൽ പല ടെസ്റ്റുകളുടെ പേരുണ്ട്, ഡാബ്സ്, ആസിസ്റ്റ്, കേജ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റുകൾ നടത്തിയാണ് ആ ഒരു പ്രസൻറ്റ് എൻവയോൺമെൻറ്റിലെ ആ ഒരു ക്ലയൻറ്റിൻ്റെ ബുദ്ധിമുട്ടെന്താണെന്ന് മനസ്സിലാക്കുക. അപ്പോഴും അവിടെ എപ്പോഴും നമ്മൾ ഏറ്റവും ചെയ്യേണ്ടത് ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ചിലാണ് നമ്മളെപ്പോഴും ചെയ്യുക. ഈ തെറാപ്പിയിൽ കൂടി അഡ്രസ്സ് ചെയ്ത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ഒരു പ്രശ്നത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ആ പ്രോബ്ലത്തിൻ്റെ ഡെപ്ത് മനസ്സിലാക്കാൻ നമ്മൾ അസസ്മെൻറ്റ് നടത്തുന്നതിനുപരി നമ്മളൊരു ബയോ സൈക്കോ സോഷ്യൽ മോഡലാണ് നമ്മളെപ്പോഴും ചെയ്യുന്നത്. ബയോ സൈക്കോ സോഷ്യൽ മോഡൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബയോളജിക്കൽ ആസ്പെക്റ്റ് എന്താണ്, ഇപ്പോൾ ബയോളജിക്കലി ആണ് അയാൾക്ക് ബുദ്ധിമുട്ട് കൂടുതലെങ്കിൽ, അതിപ്പോൾ ഏതൊരു പ്രശ്നവും, അഡിക്ഷൻ മാത്രമല്ല, ഒരാളുടെ ആങ്സൈറ്റി ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, അയാളുടെ ബയോളജിക്കൽ മെഡിക്കൽ ഇഷ്യൂസ് ആണെങ്കിൽ ആണ് അവിടെ മെഡിക്കേഷൻസ് സപ്പോർട്ട് കൊടുക്കേണ്ടി വരിക. അവിടെ ടോളറൻസ് അല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസുകളുണ്ടോ അങ്ങനെയൊക്കെ നോക്കിയിട്ട്. ഇനി സൈക്കോളജിക്കൽ പ്രശ്നങ്ങളാണെങ്കിൽ തീർച്ചയായും ഉണ്ടാവും, സൈക്കോ സോഷ്യൽ ആസ്പെക്റ്റിലുണ്ടാവും. ഈ സൈക്കോളജിക്കൽ ഇഷ്യൂസിലാണ് നമ്മൾ തെറാപ്പി അപ്ലൈ ചെയ്യുക.
അപ്പോൾ ഒരാൾക്ക് ഓൾറെഡി ഒരു ബയോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ട്, മെഡിക്കൽ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കാര്യത്തെ ബാലൻസ് ചെയ്തിട്ടാണ് ഇൻടോക്സിക്കേഷൻ എന്ന് പറയും, അതിനെ മാറ്റിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി അപ്ലൈ ചെയ്യുക. തെറാപ്പിയിൽ ഒരുപാട് കാര്യങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഒരുപാട് തെറാപ്പികൾ നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, ഇപ്പോൾ ഒരാളുടെ ചിന്തകളെ ചേഞ്ച് ചെയ്യണമെങ്കിൽ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി, അതുപോലെ ചില സിറ്റുവേഷൻ കടന്നുപോയ വഴികളിലെ ചില ബുദ്ധിമുട്ടുകൾ, ചില അസ്വസ്ഥതകൾ, അസഹിഷ്ണുതകൾ ഇതിനെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് അവൻ ഈ മദ്യത്തിൽ അഭയം പ്രാപിച്ചതെങ്കിൽ അവിടെയാണ് നമ്മൾ അക്സെപ്റ്റൻസ് ആൻഡ് കമ്മിറ്റ്മെൻറ്റ് തെറാപ്പി കൊടുക്കുക. ഇനി അവൻ അതൊന്നുമല്ല, അവനൊരു വൈകാരിക നിയന്ത്രണമില്ല, ഒരു പക്ഷേ ചിലപ്പോൾ ഒരു ADHDയോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്രീ ഡിസ്പോസിങ് ഫാക്ടേഴ്സുകൾ ഉണ്ടായിരുന്നൊരു വ്യക്തിയാണെങ്കിൽ അവിടെ നമ്മൾ അവൻ്റെ വൈകാരികപരമായ നിയന്ത്രണത്തെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ വ്യക്തിത്വത്തെ മാറ്റുന്ന തെറാപ്പിയായ ഡയലക്റ്റിക്കൽ ബിഹേവിയർ തെറാപ്പി കൊടുക്കും. ഇനി അതൊന്നുമല്ല, ഒരു കുട്ടിയാണ്, ഈ കാര്യങ്ങളും ചിന്തകളെയൊന്നും കണ്ടറിഞ്ഞ് പെരുമാറാൻ കഴിയില്ല എന്ന ആസ്പെക്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ബിഹേവിയർ തെറാപ്പി കൊടുക്കുന്നു. ഇങ്ങനെ ഡിഫറെൻറ്റ് ഡയമെൻഷനുള്ള തെറാപ്പികൾ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഈ തെറാപ്പി കൊടുക്കുന്നതിലല്ല കാര്യം, ദ റൈറ്റ് പേഴ്സൺ ദ റൈറ്റ് തെറാപ്പി. ഈ ആളിനെ എന്താണ് ബുദ്ധിമുട്ട്, അണ്ടർസ്റ്റാൻഡിങ് ദ പ്രോബ്ലം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്ത് പ്രശ്നം കൊണ്ടാണ് അവൻ ഈ മദ്യത്തെ അല്ലെങ്കിൽ ലഹരിയിലോട്ട് വന്നത്? ചിലപ്പോൾ അറ്റൻഷൻ കിട്ടാനായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും ഇമോഷണൽ റെഗുലേഷൻ സ്കില്ലില്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ അടിസ്ഥാനമായി നമ്മൾ തെറാപ്പി കൊടുക്കുമ്പോഴും അത് മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതിനൊരു ബാലൻസ് ചെയ്യേണ്ടത് ഒരു സ്കൂൾ അല്ലെങ്കിൽ കോളേജ് ലെവലിൽ നമ്മൾ ബാലൻസ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അതുപോലെ ഫാമിലി, നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഫാമിലി ലെവലിൽ മാനേജ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അവിടെയാണ് നമ്മൾ ഫാമിലി തെറാപ്പി കൊടുക്കുക. ആ ഫാമിലി തെറാപ്പിയിൽ തീർച്ചയായും നമ്മൾ മനസ്സിലാക്കേണ്ട 4 ആസ്പെക്റ്റുകളെ കൃത്യമായി എല്ലാ തെറാപ്പിയിലും അല്ലെങ്കിൽ എല്ലാ കേസിലും നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മളതിനെ പറയുന്നത് വാർണിംഗ് സൈൻസ്. നേരത്തെ സാർ പറഞ്ഞു പല കാര്യങ്ങൾ, വാർണിംഗ് സൈൻസ് പറഞ്ഞു. ഓരോ പാരൻസും നിർബന്ധമായും ഈ വാർണിംഗ് സൈൻ അറിയണം. എന്താണ് തൻ്റെ കുട്ടിയിലെ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത്, അവൻ്റെ ശാരീരിക മാറ്റങ്ങൾ, അവൻ്റെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ, ഒരു 10-15ഓളം വാർണിംഗ് സൈൻസ് ഉണ്ട്. അപ്പോൾ ഇത് ബാലൻസ് ചെയ്ത് അറിഞ്ഞിരിക്കണം, ഫാമിലി ഉള്ളവർ അറിഞ്ഞിരിക്കണം. അതുപോലെ അവിടെ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ വേണം. ഇങ്ങനെ പല ആസ്പെക്റ്റുകളെ ബാലൻസ് ചെയ്യണം. ഫാമിലിയും സപ്പോർട്ട് വേണം, അവൻ്റെ ഇൻഡിവിജ്വലി അവന് മാനേജ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ബാലൻസ് ചെയ്യണം. ദെൻ അതിനുശേഷം ഈ സൊസൈറ്റിയിലെ കമ്മ്യൂണിറ്റിയിലെ ഒരു ഇൻവോൾവ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരാൾ ഒരു അഡിക്ഷനായി കഴിഞ്ഞാൽ പിന്നീട് മാറി വരുമ്പോൾ ആ സമൂഹം അവൻ എങ്ങനെ സ്വീകരിക്കുന്നു, അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയിലെ അവൻ്റെ എൻവയോൺമെൻറ്റ് ദറ്റ് ഓൾസോ ഡസ് മാറ്റർ. അപ്പോൾ ഇതെല്ലാം ബാലൻസ് ചെയ്യുന്നതാണ് ഒരു തെറാപ്പി എന്ന് പറയുന്നത്. വളരെയധികം നന്ദി. ഞാൻ ഈ കോളേജിലേക്ക്, ഈ KE കോളേജിലേക്ക് വന്നപ്പോൾ അതിശയപ്പെടുത്തിയത് ഇവിടുത്തെ പ്രിൻസിപ്പളാണ് കേട്ടോ. കാരണം വളരെ ചെറുപ്പക്കാരനായ ചുറുചുറുക്കുള്ള, എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ യുവാക്കളുടെ വൈബുള്ളൊരു പ്രിൻസിപ്പള്. അതെ, തീർച്ചയായും സാറ് സൂചിപ്പിച്ചതുപോലെ കണ്ടാൽ സ്റ്റുഡൻ്റ് ആണെന്ന് പറയുള്ളൂ. അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയ കാര്യം, ഈ ഞങ്ങളുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനെ ഏറ്റവും ആവേശത്തോടെ സ്വീകരിച്ചത് ഇവിടുത്തെ വിദ്യാർത്ഥികളാണെന്നാണ് സാറ് പറഞ്ഞത്. അതിനുശേഷം ഈ പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കാൻ തയ്യാറായി വന്ന ഏഞ്ചല, അതോടൊപ്പം ജുവൽ, ഈ 2 പേരുമായി സംസാരിച്ചപ്പോൾ അവർ എത്രത്തോളമാണ് ഈ സമൂഹത്തെക്കുറിച്ച്, ഈ യുവാക്കളെക്കുറിച്ച് അവരുടെ കാഴ്ചപ്പാടുകൾ എന്നെ അതിശയപ്പെടുത്തി. ഏഞ്ചലോട് ഒരു കാര്യം ചോദിക്കട്ടെ. പൊതുവെ ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് KE കോളേജിൽ ആരും ലഹരി ഉപയോഗിക്കുന്നില്ലെന്നാണ്. കാരണം ലഹരി ഉപയോഗിക്കാതെ തന്നെ ഇവരൊരു വൈബുണ്ട്. ആരെങ്കിലും ലഹരി ഉപയോഗിക്കാൻ, അല്ലെങ്കിൽ മദ്യമോ അതല്ലെങ്കിൽ ലഹരിയോ ഏഞ്ചലിക്ക് ഓഫർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒന്ന് ഉപയോഗിച്ച് നോക്ക്, ഒരു കൗതുകത്തിന് ഉപയോഗിച്ച് നോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എനിക്കാരും അങ്ങനെ ഇതുവരെ ഓഫർ ചെയ്തിട്ടില്ല. അത് നമ്മൾ എടുക്കുന്ന ആ ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ, നമ്മളിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലായിരിക്കുമ്പം നമ്മൾ എങ്ങനെ സ്റ്റാൻഡ് ചെയ്യുന്നു അതനുസരിച്ചായിരിക്കുമല്ലോ നമ്മുടെ അടുത്ത് ആളുകൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ എൻ്റെ അടുത്ത് ഇതുവരെ അങ്ങനെ ആ ഒരു രീതിയിൽ ആരും അപ്രോച്ച് ചെയ്തിട്ടില്ല. ഈവൻ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ കോളേജിലായാലും ആരും തന്നെ അങ്ങനെ ആരുടെ അടുത്ത് വന്ന് പിയർ പ്രഷറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പം ആരുടെ അടുത്ത് വന്ന് നമ്മളോട് ഇങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അങ്ങനെ ഉപയോഗിപ്പിക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഞാൻ ഇവിടെ കണ്ടിട്ടില്ല. ഇൻഡിവിജ്വൽ ചോയ്സസ് ആണ് നമ്മൾ കൂടുതലായിട്ട് ഈ ലഹരി ഉപയോഗത്തിലേക്ക് യൂത്തിലേക്ക് വരുമ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഓഫ് കോഴ്സ് പിയർ പ്രഷർ ഉണ്ട്, പക്ഷെ നമ്മൾ നമ്മുടെ ഒരു കോളേജിലൊന്നും അങ്ങനെ ഒരു ഇത് കണ്ടുവന്നിട്ടില്ല. ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളൊരു ടൂർ പോകുന്ന സമയത്ത് ലഹരി ഉപയോഗിക്കുകയോ മദ്യപിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ ഏഞ്ചൽ എന്തായിരിക്കും നിലപാട് സ്വീകരിക്കുക? എൻ്റെ ഒരു സ്റ്റാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു സേ yes when it is necessary and say no when it is necessary. ആ ഒരു സ്റ്റാൻഡാണ് ഞാൻ സ്വീകരിക്കുന്നത്. സോ എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലഹരി ഉപയോഗിക്കുന്ന കണ്ട ഓഫ് കോഴ്സ് നമ്മൾ
നമ്മളൊരു ഗ്രൂപ്പിലായിരിക്കുമ്പം നമ്മൾ അവരെ കറക്റ്റ് ചെയ്യണം. ഇപ്പം നമ്മൾ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് വെച്ച് നമ്മുടെ ഫ്രണ്ട്സൊക്കെ എന്തെങ്കിലും ഒരു തെറ്റിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അയ്യോ എനിക്ക് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ലോസ് ആകുമോ, അല്ലെങ്കിൽ ഞാൻ അവരെ കറക്റ്റ് ചെയ്തിട്ടുണ്ട് അവരെന്ത് വിചാരിക്കും, ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ഒന്നും പറയാണ്ട് അവരെ കറക്റ്റ് ചെയ്യാണ്ട് വരുന്ന ഒരു തലമുറ, അല്ലെങ്കിൽ എല്ലാം നോർമലൈസ് ആക്കുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ കാണുന്നത്. അതിൽ നിന്ന് മാറി നിന്ന് ഇപ്പം ഞാനാണെങ്കിൽ അവരെ കറക്റ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈ ടീച്ചർ സ്റ്റുഡൻറ്റ് ബോണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം. പണ്ടൊക്കെ അത് കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഇന്നത്തെ സാഹചര്യങ്ങളിലേക്ക് അത് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എല്ലാവരുടെയും കാര്യങ്ങളിൽ ബിസി ആയി ഇങ്ങനെ ജീവിക്കുകയാണ്. അപ്പോൾ നമുക്ക് അപ്രോച്ചബിൾ ആയിട്ടുള്ള നല്ല ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി പറയുവാണെങ്കിലും അവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇപ്പം സാറൊക്കെ പറഞ്ഞു സൈക്കോ തെറാപ്പീസിലൊക്കെ ഒത്തിരി മെഷേഴ്സ് ഉണ്ട്. അപ്പം നമ്മുടെ കോളേജിലാണെങ്കിലും നല്ലൊരു കൗൺസിലിംഗ് സെല്ലൊക്കെ ഉണ്ട്. സോ അങ്ങനത്തെ എഫക്റ്റീവായിട്ടുള്ള മെഷേഴ്സ് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ ഞാൻ എപ്പോഴും സ്റ്റാൻഡ് ഔട്ട് ചെയ്യും. അടുത്ത ചോദ്യം ജുവലിനോടാണ്. ജുവൽ സാധാരണഗതിയിൽ നമ്മൾ പറയും, പൊതുവെ ചിന്തിക്കാറുള്ളത് ഒരു കൗമാര പ്രായത്തിലാണ് പലരും മദ്യപാനം തുടങ്ങുന്നത്, ലഹരി ഉപയോഗം തുടങ്ങുന്നത്. ക്യാമ്പസിലേക്ക് കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിനുള്ള സാഹചര്യങ്ങൾ കൂടുതലുണ്ട്. ജുവൽ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ? ലഹരി ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതിൽ നിന്ന് പിന്നെ മാറി വരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഇപ്പൊ സുഹൃത്തുക്കളും ലഹരി ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ അതിൽ നിന്ന് മാറി വരികയായിരുന്നു. കാരണം ഇതിന്റെ പ്രധാനപ്പെട്ട ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തന്നെ ജീവിതത്തിൽ സംഭവിച്ച കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പ്രധാനമായിട്ട് എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഈ ഒരു ലഹരി എന്നുള്ളൊരു സംഭവത്തിലേക്ക് കുട്ടികൾ കടക്കുക അല്ലെങ്കിൽ കുട്ടികൾ അതിലേക്ക് അകപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ തന്നെ സമൂഹത്തിൻ്റെ ചിന്താഗതിയാണ്. ഇപ്പോഴൊരു കഞ്ചാവ് കേസിൽ അകപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് കേസിൽ അകപ്പെട്ട ഒരു വ്യക്തി, ആ വ്യക്തിയോട് സമൂഹം എങ്ങനെയാണ് അവരെ കാണുന്നത്? തീർത്തും അവരെ വേർപ്പെടുത്തി അല്ലെങ്കിൽ വേറൊരു രീതിയിലേക്കാണ് അവരെ കാണുന്നത്. നമ്മളിൽ ഒരാളെ പോലെ അല്ല അവർ കാണുന്നത്. അപ്പോൾ ഇപ്പോൾ ഒരു ക്യാമ്പസിലായിക്കോട്ടെ, ക്യാമ്പസിൽ ഒരു കുട്ടി ലഹരി കേസിൽ ഉൾപ്പെട്ടു. അപ്പോൾ ക്യാമ്പസിൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി ആ കുട്ടിയെ അപ്പം തന്നെ ഡിസ്മിസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? അവിടെ ആ കുട്ടിയുടെ ഭാവി അവിടെ നശിക്കുകയാണ്. അദ്ദേഹം പിന്നെ ഒരു ക്രിമിനലായി മാറുകയാണ്, അല്ലെങ്കിൽ പിന്നെയും അതിലേക്ക് അദ്ദേഹം കടക്കുകയാണ് ചെയ്യുന്നത്. അതിന് പകരം ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വളരെയധികം എളുപ്പമാണ്, പക്ഷെ അയാളെ ചേർത്ത് പിടിച്ച് നല്ലൊരു വഴിയിലേക്ക് നയിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, നശിപ്പിക്കാനുള്ളതല്ല എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും മെയിനായിട്ട് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആസ്വദിക്കേണ്ടതായിട്ടുള്ള പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ആസ്വദിക്കണം. നശിപ്പിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തണം. ഇഫ് വി സേ യെസ് ടു ഡ്രഗ്സ്, വി ആർ സേയിങ് നോ ടു ലൈഫ്. എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ സാർ നേരത്തെ ചോദിച്ചതുപോലെ പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ +2 വരെ അത്യാവശ്യം നല്ല രീതിക്കൊക്കെ പൊയ്ക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. ഇവിടെ വന്ന് നമ്മുടെ ക്യാമ്പസിൻ്റെ ആ പശ്ചാത്തലം വന്നപ്പോൾ കൂട്ടുകാരുടെ പല പ്രേരണയിലും പലതരത്തിലുള്ള പല കുഴപ്പങ്ങളും വന്നിട്ടുണ്ട്. എങ്കിലും അതിൽ നിന്ന് പലരും നമ്മളെ വേർതിരിച്ച് കാണുകയും പലതരത്തിൽ നമ്മളെ അവഗണിക്കുകയും ചെയ്തപ്പോൾ എന്നെ അതിൽ നിന്ന് സപ്പോർട്ട് ചെയ്ത് നയിച്ച് വേറൊരു രീതിയിൽ ഇന്നിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ വന്ന് ഒരു 2 വാക്ക് പറയുന്ന ഈ ഒരു രീതിയിലേക്ക് എത്തിച്ചത് ബഹുമാനപ്പെട്ട റോണി സാറാണ്. സാറും ഫ്രണ്ടിൽ ഇരിപ്പുണ്ട് നമ്മുടെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലെ. കാരണം എന്നെ ഏറെ സ്വാധീനിച്ചൊരു വാക്കുണ്ട് ജുവലിൻ്റെ. സാധാരണ ലഹരി ഉപയോഗിക്കുന്നവരെ നമ്മുടെ സമൂഹം മാറ്റി നിർത്തും, അല്ലെങ്കിൽ കോളേജുകളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക, ഡിസ്മിസ് ചെയ്യുക, അല്ലെങ്കിൽ അവന് ജയിലിനടയ്ക്കുന്നു. അതുകൊണ്ടൊരു മാറ്റം ഉണ്ടാകുമോ? അതല്ലെങ്കിൽ ഉപദേശിച്ചതുകൊണ്ട് മാറ്റം ഉണ്ടാകുമോ? ഉപദേശിച്ചതുകൊണ്ട് മാറ്റമല്ല ഉണ്ടാകുന്നത്, നമ്മൾക്ക് അത്രയും കൂടെ പറയാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിലൂടെ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എനിക്കങ്ങനെ ഒരു അനുഭവം ഉണ്ടായതാണ്. ഇപ്പോൾ തന്നെ പലരും എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ട്, പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്കിലും ഒരു കുട്ടിയുടെ ജീവിതം നശിപ്പിക്കാൻ വളരെയധികം എളുപ്പമാണ്. അതിനൊരു 10 സെക്കൻഡ് മതി, ഒരു TC മതി, അല്ലെങ്കിൽ കോൺടാക്ട് സർട്ടിഫിക്കറ്റിൽ വെറും ബാർഡെന്ന് എഴുതി വിട്ടാൽ മതി. പക്ഷേ ഒരു വ്യക്തിയെ നയിക്കുക എന്ന് പറയുന്നത് 100-ൽ ഒരാൾക്കേ പറ്റുള്ളൂ. അതിന് കഴിവുള്ള ഒരു വ്യക്തി നമ്മുടെ കൂടെ തന്നെ ഉള്ളതുകൊണ്ട് ഈ മൈക്കെടുത്ത് 2 വാക്ക് സംസാരിക്കാനുള്ള കഴിവ് എന്നെനിക്ക് വന്നത് അതുകൊണ്ട് മാത്രമാണ്. ഞങ്ങൾ ഈ ജുവലിനെ അങ്ങ് ഏറ്റെടുക്കുക കേട്ടോ. കാരണം ഇതുപോലെ ലഹരിക്കെതിരായ ഒരു സന്ദേശം നൽകിയ ഒരു ചെറുപ്പക്കാരനെ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല. ജുവൽ പ്രത്യേകം അഭിനന്ദനം. തീർച്ചയായും എനിക്ക് തോന്നുന്നു ഇത്രയധികം ഈ ഒരു അരമണിക്കൂർ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഈ ചർച്ച. ഈ അരമണിക്കൂറിൽ ഏറ്റവും അധികം ഞങ്ങൾ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ജുവൽ. ജുവലിൻ്റെ നല്ല വാക്കുകൾ, പ്രത്യേകിച്ചും ഒരു ലഹരിയിലോ അല്ലെങ്കിൽ അക്രമ കേസുകളിലോ പെട്ടുകഴിഞ്ഞാൽ
നമ്മുടെ കോളേജ് അധികൃതരും സ്കൂൾ അധികൃതരും ആ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്ത് അവനെ മാറ്റി നിർത്തുമ്പോൾ അവൻ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയില്ല. ജുവലിനെ സ്വാധീനിച്ച അല്ലെങ്കിൽ ജുവലിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ അധ്യാപകന് റോണി സാറിനെ ഈ വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ്. സാറിൻ്റെ ഒരു 2 വാക്കുകൾ ഈ വിദ്യാർത്ഥി സമൂഹത്തോട് മാത്രമല്ല, ന്യൂസ് 8-ൻ്റെ എല്ലാ പ്രേക്ഷകരും സാറിൻ്റെ ആ നല്ല വാക്കുകൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. Jewel has touched me wonderfully, beautifully. എൻ്റെ അധ്യാപന കരിയറിൻ്റെ ഫാഗനിലേക്ക് ഞാൻ മൂവ് ചെയ്യുമ്പോൾ 10,000-കണക്കിന് കുട്ടികളാണ് എൻ്റെ ശക്തി. ജുവലിനെ പോലെ, ഏഞ്ചലെ പോലെ ഞാൻ പഠിപ്പിച്ച, വിവിധ തലങ്ങളിൽ ട്രെയിനിങ് കൊടുത്ത, സിവിൽ സർവീസ് തൊട്ട് ബസ്സിൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കിളിയായിട്ട് പ്രവർത്തിക്കുന്ന ആൾ വരെയുള്ള എൻ്റെ കുട്ടികൾ. അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു ചെറിയ രീതിയിലെങ്കിലും ഇഫ് ഐ കുഡ് ടച്ച് ദം ഇൻ എ സ്മോൾ മാനർ, മൈ ടീച്ചിങ് കരിയർ. ഞാൻ എപ്പോഴും അധ്യാപകരെ പറ്റി ട്രെയിനിങ് കൊടുക്കുമ്പോൾ പറയാറുണ്ട്, ഒരു നല്ല മോട്ടിവേറ്റിംഗ് ആയിട്ടുള്ള ഇൻസ്പയറിംഗ് ടീച്ചറാകാനുള്ള ശ്രമം എല്ലാ അധ്യാപകരും നടത്തണമെന്ന്. തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുവാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കാരണം മറ്റാരുമല്ല, എൻ്റെ കുട്ടികളാണ്. ആ കുട്ടികൾ എനിക്ക് തരുന്ന സ്നേഹം, ആ സ്നേഹ വായ്പ, അവർ തരുന്ന ഒരു വാത്സല്യം, അവർ തരുന്നൊരു സ്നേഹ ബഹുമാനം, അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് കഴിഞ്ഞ 29 കൊല്ലമായിട്ട് ഈ രംഗത്ത് ഞാൻ പ്രവർത്തിക്കുന്നു. ന്യൂസ് 8-നെ ഞാൻ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകളെയും അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇതൊരു മനോഹരമായ ക്യാമ്പയിനാണ്. ഒറ്റവാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, ജീവിതമാണ് ലഹരി. ജീവിതത്തിൽ കണ്ടുപെടുന്ന ഓരോ വ്യക്തിയും ലഹരിയാണ്, ഓരോ അനുഭവം ലഹരിയാണ്. ജീവിതം ഒരു അനുഭൂതിയാണ്. ആ അനുഭൂതി ആസ്വദിക്കാൻ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കൾക്കും സാധിക്കട്ടെ എന്ന് ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. താങ്ക് യു ജിവൽ ഫോർ യുവർ ബ്യൂട്ടിഫുൾ വേർഡ്സ്. താങ്ക് യു സർ.